ഇന്ത്യൻ സംഗീതത്തിലെ അഭിവാജ്യ ഘടകമായ ഹാർമോണിയം നിർമ്മിക്കുന്ന തിരക്കിലാണ് കോന്നി മഠത്തിൽക്കാവ് സ്വദേശി ഹരികുമാർ. നിരവധി ആളുകളാണ് ഹാർമോണിയം നിർമ്മിക്കാനും നന്നാക്കാനുമായി ഹരികുമാറിനെ തേടിയെത്തുന്നത്. സരിഗ ഹാർമോണിയം വർക്ക്സ് എന്ന പേരിലാണ് ഹരികുമാറിന്റെ നിർമ്മാണ സംരംഭം പ്രവർത്തിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിന് പൂർണ്ണമാകും. നമസ്കാരം. മനോഹരമായ ഹാർമോണിയം വായന കേട്ടാണ് ഹരികുമാറിന്റെ അയൽവാസികൾ എന്നും ഉറക്കമുണരുന്നത്. ഹാർമോണിയം വായന മാത്രമല്ല, നിർമ്മാണവും ഹരികുമാർ തന്നെയാണ്. വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഹാർമോണിയം നിർമ്മാണം. ഹാർമോണിയം നിർമ്മാണ രംഗത്ത് കഴിവ് തെളിയിച്ചവർ കേരളത്തിൽ തന്നെ വിരളമാണ്. അച്ഛൻ രാജപ്പനാചാരി ഹാർമോണിയം നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഹരികുമാറിന് ഇതിന്റെ നിർമ്മാണ വിദ്യ സ്വായത്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹാർമോണിയം നിർമ്മിക്കുകയും പഠിക്കുകയും വേണമെന്ന അതിയായ ആഗ്രഹം ഹരികുമാറിനെ കോട്ടയം സ്വദേശിയായ സംഗീത അധ്യാപകൻ ശിവരാമന്റെ അടുത്തെത്തിച്ചു. അവിടെ നിന്നാണ് ഹരികുമാർ ഹാർമോണിയത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. നിരവധി ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയതോ തന്നെ പഴയതൊക്കെ തന്നെ നിർമ്മിക്കുന്നതിനും റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൊണ്ടുവരലെന്ന് തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡബിൾ സൈസൊക്കെ ആണെങ്കിൽ ഒരു 10 ദിവസമൊക്കെ എടുക്കും. ഇത് ട്രിപ്പിൾ സൈസ് എന്ന് പറയും. ഇത് വരുമ്പോൾ ഒരു 10-15 ദിവസം ഒക്കെ എടുക്കും. അതിന് കൂടുതൽ വർക്കുള്ള ഒരു പെട്ടിയായത്. റീഡാണ് ഇതിന് പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ പിച്ചളയുടെ കമ്പി, പിന്നെ അതിൻ്റെ സ്ക്രൂവ്, ഇതെല്ലാം നമ്മൾ കൈക്ക് ചെയ്തെടുക്കുന്ന. സിംഗിൾ റീഡ്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ് എന്നിങ്ങനെ 3 തരം ഹാർമോണിയങ്ങളാണ് ഉള്ളത്. നിർമ്മാണം നടക്കുക തെക്കിൻ തടയിലും. പല ഭാഗങ്ങളും കേരളത്തിൽ ലഭിക്കാത്തതിനാൽ പൂനെയിൽ നിന്നാണ് എത്തിക്കുന്നത്. സരിഗ ഹാർമോണിയം വർക്ക്സ് എന്ന പേരിൽ ആരംഭിച്ച സംരംഭം ഇപ്പോൾ വിജയകരമായി മുന്നോട്ടു പോകുന്നു. 22,000 രൂപ മുതലാണ് ഒരു ഹാർമോണിയത്തിന്റെ വില. ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇപ്പം പണ്ടൊക്കെ കേരളത്തിൽ കിട്ടുമായിരുന്നു. ഇപ്പം ഇതിൻ്റെ പ്രവർത്തനം നിർമ്മാണം ഒന്നും കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. പിന്നെ ഇത് കൽക്കട്ടയിലും പൂനെയിലും അവിടെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നത്. നമ്മൾ പൂനെയിൽ നിന്നാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബിസിനസ്സായിട്ട് നമ്മളതിനെ കണ്ടിട്ടില്ല. ഇതൊരു സംഗീത ഉപകരണമാണ്. അപ്പോൾ അതിനെ ബിസിനസ് രീതി നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കൽക്കട്ടയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് ഒരു കുടിൽ വ്യവസായമായിട്ട് കണ്ട് ചെയ്തു വിടുന്നുണ്ട്. അത് മുമ്പേ കാണിച്ചില്ല. അതൊക്കെ ലോക്കൽ സാധനങ്ങളല്ല, അവർ ബിസിനസ് രീതിയിലാണ് ചെയ്തു വിടുന്നത്. നമ്മളത് അങ്ങനെ, നമ്മൾ നല്ല തേക്കടി നിർമ്മിച്ച് നല്ല രീതിയിലാണ്. അത് ലാഭനഷ്ടമല്ല നോക്കുന്നത്. നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മളിപ്പോൾ 10 ദിവസം, ചിലപ്പോൾ 12 ദിവസം എടുക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ 2 ദിവസം പോയെങ്കിലും നമ്മൾ സമ്പത്തല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അത് പൂർണ്ണമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ഇല്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഹരികുമാർ ഇതുവരെയും ഹാർമോണിയം നിർമ്മാണത്തെ ഒരു ബിസിനസ്സായി കണ്ടിട്ടില്ല. ലാഭം പ്രതീക്ഷിക്കാതെയാണ് ഹാർമോണിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ശ്രുതിപ്പെട്ടിയുടെ വരവോടെ ഹാർമോണിയം വിസ്മരിക്കപ്പെടുന്നുവെന്നും ഹരികുമാർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.